സോ ഇത് യൂണിറ്റി ഡെവലപ്മെൻറ്റ് ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 5 വീഡിയോ ആണ്. ടൈറ്റിൽ പറയണ പോലെ തന്നെ നാവ്മെഷ് ട്യൂട്ടോറിയൽ. നാവ്മെഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓഫ്ലൈൻ ഗെയിമിൽ മൾട്ടിപ്ലെയർ എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ വേണ്ടി യൂണിറ്റിയിലുള്ള ഒരു ടൂളാണ്. അത് ഉപയോഗിച്ചാൽ നമ്മൾ ആ മൾട്ടിപ്ലെയർ എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ യൂണിറ്റി വിൻഡോയുടെ ടോപ്പിൽ വിൻഡോ എന്നുള്ള ബട്ടൺ ഉണ്ട്, സെലക്ഷൻ ഉണ്ട്. അതിൽ AI ടൂൾ തന്നെയാണ് നാവിഗേഷൻ എന്നുള്ള സംഭവം. അത് ക്ലിക്ക് ചെയ്യുക. ഇതന്നെയാണ് നാവിഗേഷൻ്റെ മെയിൻ പോയിന്റ്. മെയിനായിട്ടുള്ള ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ടൂളാണ്. ജസ്റ്റ് ആ വിൻഡോ ബട്ടൺ എടുക്കുക, അത് AI വരും, നാവിഗേഷൻ. പിന്നെ നമ്മൾ ഇൻസ്പെക്ട് സൈഡിൽ തന്നെ വന്ന് കിടക്കും. പിന്നെ വീണ്ടും അവിടെ ചെന്ന് എടുക്കേണ്ടി വരില്ല. പിന്നെ ഇത് ഒബ്ജക്റ്റ് എടുക്കുക. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ ഈ പാത്ത് ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യണം. പാത്ത് ഇതാക്കി ഇട്ടേക്കുന്നത് ഫസ്റ്റ് പ്ലെയിനെ സെലക്ട് ചെയ്തു. ഏറ്റവും അവസാനമാണ് പ്ലെയിൻ. ഇത് അത് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഏറ്റവും അവസാനം പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഫുൾ സെലക്ട് ആയിക്കോളും. ഞങ്ങൾ നോക്കാം എല്ലാം സെലക്ട് ആയിരുന്നു. ഓക്കെ, എല്ലാ പാത്തും സെലക്ട് ആയി. എന്നുവെച്ചാൽ ഇതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പാത്തിലൂടെ പോകാൻ പറ്റും, നമ്മളത് പോകാൻ പറ്റും എന്നൊരു വേരിയബിളാക്കി മാറ്റും. ഓക്കെ, അത് ഞാൻ മൊത്തം സെലക്ട് ചെയ്യും. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നാവിഗേഷൻ ഏരിയയിൽ നാവിഗേഷൻ സ്റ്റാറ്റിക് ഇങ്ങനെ ഓപ്ഷൻ വന്ന് കിടക്കും. സ്റ്റാറ്റിക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇത് മൊത്തം സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കും. പിന്നെ വാക്കബിളാണ് കിടക്കുന്നത്, അത് നമുക്ക് വേണ്ടത്. ഇപ്പം നോൺ വാക്കബിൾ എന്ന് കൊടുത്താൽ നമ്മൾ ഇതിലുള്ള ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ വെഹിക്കിൾ പോലെ നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു വെഹിക്കിളും കൂടി. അത് നമ്മൾ ഈ മൾട്ടിപ്ലെയർ എക്സ്പീരിയൻസിന് വേണ്ടി ഈ നമ്മളെ ഈ സിസ്റ്റം തന്നെ കളിക്കും. AI ബേസ്ഡാണ്. സോ ഈ സിസ്റ്റത്തിന് മനസ്സിലാവും. സിസ്റ്റം നമ്മൾ പറഞ്ഞു കൊടുക്കണം ഏതാ ഈ പാത്ത് എന്ന് പറഞ്ഞ സംഭവം, ഈ സെറ്റ് ഇതിലൂടെ നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വെഹിക്കിൾ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ജമ്പ് കൊടുക്കുന്ന ഈ ജമ്പ് യൂസ് ചെയ്ത് ആക്ച്വലി പറഞ്ഞാൽ ഒരു ക്യൂബ് ലെവലാതെ കൊടുക്കുന്നത്. ചാടാൻ പറ്റും വേണ്ടി നമുക്ക് ഗെയിമിൽ നമ്മൾ ഈ ഒബ്ജക്റ്റ് പ്ലേ ഉണ്ടപ്പോൾ ചാടണം. അങ്ങനത്തെ ഒരു യൂസേജ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ജമ്പം കൊടുക്കും. അപ്പോൾ നമ്മൾ വാക്കുകൾ കൊടുത്തു. ഇനി അത് കഴിഞ്ഞ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബാക്ക് ഓപ്ഷൻസ് ഒന്ന് ബാക്ക് ചെയ്യണം. റെഡി കാണിക്കും. ഈ ബാക്ക് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും വർക്കാവില്ല. ബാക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു നീല ഷെയ്ഡ് എടുത്ത് വന്ന് നടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം എല്ലായിടത്തും ആയാണ്. നമ്മൾ ആവശ്യമുള്ള എല്ലാ പാത്തും കവർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഈ നീല കളർ കാണിക്കണം. ഫിനിഷിംഗ് പോയിന്റ് ഉള്ള എല്ലാ സ്ഥലത്തും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ആ എനിമീസിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. നമ്മളെ പ്ലെയർ വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഒരു പ്രീഫാബ്സിൽ നിന്ന് ഉണ്ടാക്കി കളർ മാത്രം മാറ്റി പേരും മാറ്റി എനിമി എന്ന് കിട്ടും. ഇതെല്ലാം ടാഗ് ചെയ്തിട്ടുണ്ട് എനിമി എന്നാണ്. നിങ്ങളുടെ എഡിറ്ററിൽ ഇപ്പം ഈ ടാഗ് വേണ്ടി ഉണ്ടല്ലോ എനിമി എന്ന് കാണില്ല. അങ്ങനെ ചുമ്മാ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആഡ് ടാഗിൽ ചെന്നിട്ട് പേര് കൊടുത്ത് എനിമി എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്തു. അങ്ങനെ ചെയ്തു. അത് വേണമെന്നില്ല. ഓക്കെ, നമുക്ക് എനിമി ഉണ്ട്. ഇനി നമുക്ക് ആ എനിമീനെ കൊണ്ടുവന്ന് നോർമലി കൊണ്ടുവന്ന് വിളിക്കാം പ്ലെയറിൻ്റെ അടുത്ത്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. എനിമിയുടെ അതേ പൊസിഷൻ തന്നെ വരും. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ രണ്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് പൊസിഷൻസ് എല്ലാം സെയിം ആയിരുന്നു. അങ്ങനെ വീണ്ടും ഒന്നും കൂടി കോപ്പി പേസ്റ്റ് ചെയ്ത് 3 പ്ലെയേഴ്സ് വേണം രീതിയിലാക്കാം. അങ്ങനെ 3 പ്ലെയറായി നമുക്ക്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് വെച്ചാൽ ഇനി പ്ലെയേഴ്സിന് നമുക്ക് ആ നാവ്മെഷിൻ്റെ ആ ഫീച്ചർ ഉണ്ടല്ലോ, എന്നുവെച്ചാൽ നാവ്മെഷിൽ കണക്ട് ചെയ്യും എന്നാൽ മാത്രമേ മനസ്സിലാവും. ഓക്കെ, കണക്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഇതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, നാവ്മെഷ് ഏജൻറ് എന്ന് പറഞ്ഞു. നാവ്മെഷ് ഏജൻറ് ഇത് കൊടുക്കുന്നത് ആ പ്രോപ്പർട്ടിയും കൊടുക്കും. ഹ്യൂമൻ ആയിട്ട് കൊടുക്കുന്നത് പ്രശ്നമില്ല, ഹ്യൂമൻ ആയിട്ട് മതി. ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, ആക്സിലറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇത് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, നമുക്കൊരു ചെറിയ സ്ക്രിപ്റ്റും കൂടി എഴുതാനുള്ളതാണ്. രണ്ടാമത്തെ ആ എനിമിക്ക് നമ്മൾ നാവ്മെഷ് ഏജൻറ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ആ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സ്ക്രിപ്റ്റ് സീറ്റ് ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു സിംഗിൾ ലൈൻ സ്ക്രിപ്റ്റാണ്, ഒറ്റ ലൈൻ മതി ഫുള്ള്. അപ്പം നമുക്ക് നമ്മളെ ഈ ലാസ്റ്റ് പൊസിഷനിൽ എത്തിക്കാൻ കമാൻഡ്, ഒറ്റ കമാൻഡ് ഉള്ള സിംഗിൾ ലൈൻ കമാൻഡ് സിംഗിൾ. ഓക്കെ, ഏജൻറ് മൂവ് എന്ന് കൊടുക്കാം. പേര് എഴുതിയേക്കാം, ഏത് പേര് വേണം കൊടുക്കാം. ഏജൻറ് മൂവി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് സ്ക്രിപ്റ്റ് ചെയ്തതാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. ഈ സ്റ്റാർട്ടൊന്നും വേണ്ട, വെറുതെ നമ്മൾ അപ്ഡേറ്റ് ഇല്ല ചെയ്യുന്നതല്ല.
എല്ലാം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ സജഷൻസ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ നേരെ നിങ്ങൾ ഒന്നീ .NET ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ടെർമിനലിൽ ചെന്നിട്ട് .NET.exe വേർഷൻ ജസ്റ്റ് സെറ്റ് ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. അല്ലെങ്കിൽ .NETൻ്റെ സൈറ്റ്സ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഈ ഔട്ട്പുട്ടിൽ ആദ്യം വന്ന് കിടക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ ലിങ്ക്. ഓക്കെ, സോ ഇങ്ങനെ സജഷൻസ് വരുന്നില്ലെങ്കിൽ ഈ അസംബ്ലി C# ഉണ്ടല്ലോ, ഈ സൈഡിൽ അസംബ്ലി C# എന്നുള്ള ഫയലുണ്ട്. അത് ചിലപ്പോൾ ഈ ടാർഗറ്റ് ഫ്രെയിം വർക്ക് വേർഷൻ ഉണ്ട് 4.7.1. ഇത് നിങ്ങൾ .NET ഡെവലപ്പർ പാക്കേജ് ഉണ്ട്, ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അതിൽ ചെന്നിട്ട് ഈ വേർഷൻ ഡൗൺലോഡ് ചെയ്യണം. ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എന്നിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി സിസ്റ്റം. എന്നിട്ട് ട്രൈ ചെയ്യുമ്പോൾ വർക്കായിപ്പോൾ. ഈ വേർഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഓട്ടോ കംപ്ലീറ്റിൻ്റെ വർക്കാവത്ത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഫസ്റ്റ് നമുക്ക് ആ ഏജൻറ്റിന് ഇത് സ്ക്രിപ്റ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ, 2 ഏജൻറ് ഉണ്ടല്ലേ, അപ്പോൾ നമുക്ക് 2 എണ്ണം വേണം. പബ്ലിക് നിങ്ങൾ ഞാൻ ഇത് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ ഇത് നമ്മൾ കോൾ ചെയ്തില്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ പാക്കേജ് ഉണ്ട്, ആ പാക്കേജിനെ ഈ കോഡിലേക്ക് ഒന്ന് കോൾ ചെയ്യണം. നമ്മൾ യൂസിങ് ആ പാക്കേജ് യൂണിറ്റി എഡിറ്റർ അല്ല, .ai എന്നുള്ള സാധനമാണ്. ഒന്ന് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഈ അതിൻ്റെ അകത്താണ് നമ്മൾ നാവമേഷൻ്റെ സംഭവം കിടക്കുന്നത്. പിന്നെ പബ്ലിക് എന്നിട്ട് നമുക്ക് മറ്റേ ഇതിൽ വിസിബിൾ ആവാൻ വേണ്ടി പബ്ലിക് ഫംഗ്ഷൻ അല്ല പബ്ലിക് എന്താണ് നാവമേഷ് ഏജൻറ്റ്. ഓക്കെ, ഏജൻറ്റ് വേണം നോക്കുക. അതുപോലെ പബ്ലിക് നാവമേഷ് ഏജൻറ്റ് 2. ഓക്കെ, ഏജൻറ്റ് 2. ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ എൻഡ് പൊസിഷൻ, ഡെസ്റ്റിനേഷൻ പൊസിഷൻ. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസ്ഫോമാണ്. ട്രാൻസ്ഫോം എന്താണെന്ന് വെച്ചാൽ പൊസിഷൻ ഡേറ്റ, XYZ കോർഡിനേറ്റ് അടങ്ങുന്ന ഡേറ്റ ട്രാൻസ്ഫോം. ഓക്കെ, എൻഡ് എന്ന് പറയാം. ഇനി നമുക്ക് അപ്ഡേറ്റ് ഫംഗ്ഷൻസ് എന്ന് ഒറ്റ ലൈനാണ് ഭയങ്കര സിമ്പിൾ. നമ്മളെ ഏജൻറ്റ് 1 ഡോട്ട് സെറ്റ് ഡെസ്റ്റിനേഷൻ, നമ്മൾ അവസാനത്തെ പൊസിഷൻ എൻഡ് ഡോട്ട് പൊസിഷൻ. അതുപോലെ രണ്ടാമത്തെ ഏജൻറ്റിൻ്റെ സെറ്റ് ഡെസ്റ്റിനേഷൻ എൻഡ് ഡോട്ട് പൊസിഷൻ. ഇത്രേ ഉള്ളൂ, സംഭവം തീർന്നു. ഇത്രേ ഉള്ളൂ. ഇനി ഈ സ്ക്രിപ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻറ്റിലേക്ക് ഒന്ന് ലിങ്ക് ചെയ്യാം. എനിമി 1 തന്നെ കൊണ്ടുവരിക. ഓക്കെ, ഇതിൽ ആഡ് കമ്പോണൻസ് ആണ് ഏജൻറ്റ് മൂവ്. ഇത് നമ്മളെല്ലാം ആഡ് ചെയ്യണം. ഏജൻറ്റ് 1ൻ്റെ ഐഡൻറ്റിറ്റി എന്നുവെച്ചാൽ നമ്മൾ ഈ എനിമി 1 തന്നെ. നേരത്തെ നമ്മൾ എനിമി 2 അത്. ഇനി എൻഡ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ അവസാന പൊസിഷൻ ഫിനിഷിംഗ് നമുക്ക് ഇവിടം വരെ വന്ന് നിർത്താം. നമുക്ക് ഇവിടം വരെ വണ്ടി നിൽക്കണം. ഇതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം ഈ ഇതുണ്ടല്ലോ പീസിന് ഒന്ന് വലുതാക്കിടാൻ കേട്ടോ, അല്ലെങ്കിൽ ഇത്ര ഓക്കെ. എന്നിട്ട് നമുക്ക് ആ എൻഡ് എന്ന് പറഞ്ഞൊരു പേരും കൊടുക്കാം. അതിനകത്ത് ഈ എൻഡിൻ്റെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ വെച്ചാൽ എൻ്റെ പൊസിഷൻ അടങ്ങുന്ന ഡേറ്റ മാത്രം കിട്ടി. ഇനി നമുക്ക് സേവ് ചെയ്യണം. ഞങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം വർക്കാവും. അതിന് മുമ്പ് എൻ്റെ സ്പീഡ് ഇപ്പോൾ 3.5 കിടക്കുന്നത്, 7.5 കൊടുക്കാം. സ്പീഡാണ് 7.5. അല്പം ഈ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്ത് പറ്റും. അപ്പം സ്പീഡ് കൂട്ടിയാലേ ശരിയാവും, അല്ലെങ്കിൽ ഇന്നൊന്നും എത്തൂല. സോ അപ്പം നമ്മളെ നാവമേഷും മൾട്ടിപ്ലെയർ സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വരാൻ്റെ ഐഡിയ വെച്ചാൽ അവിടെ ഒരാളെ സ്പീഡോമീറ്റർ കൊണ്ട് കാണാം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്, അടുത്തേക്ക് കൊണ്ടുവരാം. പിന്നെ വിൻഡോസ് വേർഷൻ പറ്റുമെങ്കിൽ ചിലപ്പം അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വിൻഡോസ് വേർഷനായിരിക്കും ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ EXE ഫയലാക്കും. ബിൽഡ് ചെയ്യുന്നെങ്കിൽ EXE ഫയൽ ഉണ്ടാക്കും, പിന്നെ ഇൻസ്റ്റാളർ ഉണ്ടാക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.